അച്ഛൻ പറഞ്ഞ കഥകളുടെ ഏഴാം ഭാഗം പറയുന്നത് ചതിയുടെ ചക്രവ്യൂഹം എന്ന കഥയാണ്. ചതിയുടെ ചക്രവ്യൂഹം ഒരു കൊടും ചതിയുടെ കഥയോടൊപ്പം ത്രസിപ്പിക്കുന്ന ഒരു പ്രതികാരത്തിൻ്റെയും കഥ പറയുന്നു. ഇതിലെ നായകൻ അഭിമന്യുവാണ്. അർജുനന് കൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയിൽ ജനിച്ച ചന്ദ്രദേവൻ്റെ അംശാവതാരമായ അഭിമന്യു. ഈ കഥ തുടങ്ങുന്നത് നായകൻ്റെ കുട്ടിക്കാലത്ത് നിന്നല്ല, പകരം ഗർഭാവസ്ഥയിൽ നിന്ന് തന്നെയാണ്. ഒരിക്കൽ സുഭദ്രയുടെ സംശയ നിവാരണത്തിനായി അർജുനൻ യുദ്ധതന്ത്രങ്ങൾ വിവരിക്കുന്നതിനിടയിൽ ചക്രവ്യൂഹം അഥവാ പത്മവ്യൂഹത്തെപ്പറ്റി പറയുകയായിരുന്നു. ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കടക്കേണ്ടതിനെക്കുറിച്ചും ലക്ഷ്യം നേടി തിരികെ എങ്ങനെ സുരക്ഷിതമായി പുറത്തു കടക്കാം എന്നുമൊക്കെ വിശദീകരിക്കുന്നതിനിടയിൽ പത്മവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കടക്കുന്ന ഭാഗം എത്തിയപ്പോൾ സുഭദ്ര ഉറങ്ങിയതിനാൽ ബാക്കി ഭാഗം അർജുനൻ പറഞ്ഞില്ല. ഇതെല്ലാം അമ്മയുടെ ഉദരത്തിലിരുന്ന് കുഞ്ഞ് അഭിമന്യു ഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പത്മവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കടക്കുന്ന ഭാഗം വരെ അഭിമന്യു ഹൃദിസ്ഥമാക്കിയിരുന്നു. അതൊക്കെ ഇരിക്കട്ടെ, എന്താണ് ഈ ചക്രവ്യൂഹം അഥവാ പത്മവ്യൂഹം? മണ്ഡലാകൃതിയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സൈന്യം, 8 ചുറ്റുകളോടും ഒറ്റ മാർഗത്തോടും കൂടിയ സേനാവിന്യാസം, അകവും പുറവും ഒരേ സമയം ഒരു ഭ്രമണപഥത്തിൽ നിന്നോണം പോരാളികൾ യുദ്ധസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ചക്രവ്യൂഹം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ഭേദിക്കുക അതികഠിനമാണ്. തിരികെ കഥയിലേക്ക്. കള്ളച്ചൂതിൽ പരാജിതരായി പാണ്ഡവർ വനവാസം അനുഷ്ഠിക്കാൻ ദ്രൗപദിയെയും കൂട്ടി യാത്രയായതിനാൽ സുഭദ്ര മകനെയും കൂട്ടി സ്വന്തം സഹോദരന്മാരായ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും അടുത്തേക്ക് ദ്വാരകയിലേക്ക് പോകുന്നു. ശ്രീകൃഷ്ണനും ബലരാമനും അഭിമന്യുവിന് വേണ്ട ആയോധന കലകൾ അഭ്യസിപ്പിക്കുന്നു. അഭിമന്യുവിൻ്റെ കഴിവിൽ മതിപ്പ് തോന്നിയ ബലരാമൻ അഭിമന്യുവിന് വിശേഷപ്പെട്ട രുദ്രധനുഷ് എന്ന വില്ല് സമ്മാനിച്ചു. യുവാവായ ശേഷം അഭിമന്യു വിരാടപുത്രി ഉത്തരയെ വിവാഹം ചെയ്തു. ഇനി കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക്. മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങി അഭിമന്യു യുദ്ധഭൂമിയിലേക്ക് യാത്രയായി. യുദ്ധത്തിൻ്റെ 13-ാം ദിവസം ഓർമ്മിപ്പിക്കപ്പെടുന്നത് അഭിമന്യുവിൻ്റെ പേരിലായിരിക്കും. തീ പാർന്ന പോരാട്ടം നടക്കുന്ന സമയം. അർജുനൻ യുദ്ധത്തിൻ്റെ ആവേശത്തിൽ യുദ്ധഭൂമിയിൽ മറ്റു പാണ്ഡവരിൽ നിന്നും അകലേക്ക് പോയ സമയം നോക്കി കൗരവർ ചക്രവ്യൂഹം ചമയ്ക്കാൻ തീരുമാനിച്ചു. ചക്രവ്യൂഹം ഭേദിക്കാൻ പാണ്ഡവരിൽ ശേഷിയുള്ളത് അർജുനന് മാത്രമായിരുന്നു. അതറിയാമായിരുന്ന ദുര്യോധനും ദ്രോണരും ചക്രവ്യൂഹം ചമച്ച് പാണ്ഡവരെ വെല്ലുവിളിച്ചു. വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അഭിമന്യു മുന്നോട്ട് വന്നു. തനിക്ക് ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കടക്കാൻ അറിയാമെന്ന് അഭിമന്യു പറഞ്ഞു. തിരിച്ചിറങ്ങാനുള്ള തന്ത്രം അറിയില്ല എന്ന കാര്യം യുദ്ധാവേശത്തിൽ അഭിമന്യു മറന്നു. 16-കാരനായ അഭിമന്യുവിനെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സ് വരാതെ ഭീമൻ പറഞ്ഞു, അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കടക്കട്ടെ, നമ്മളിൽ ഓരോരുത്തരായി കൂടെ വ്യൂഹത്തിൽ കടക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിലേക്ക് കടക്കുകയും അതികഠിനമായ പോരാട്ടം തന്നെ നടത്തുകയും ചെയ്തു. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി പാണ്ഡവരെ വ്യൂഹത്തിലേക്ക് കടക്കാതെ തടയാൻ ശേഷിയുള്ള ഒരാൾ കൗരവപക്ഷത്തുണ്ടായിരുന്നു. കൗരവരുടെ സഹോദരിയായ ദുശ്ശളയുടെ ഭർത്താവായ ജയദ്രഥൻ. അതിന് ജയദ്രഥനെ സഹായിച്ചതാകട്ടെ ശിവനെ അതികഠിനമായ തപസ്സിലൂടെ പ്രീതിപ്പെടുത്തി നേടിയ വരവും. അതിൻ്റെ കഥ ഇങ്ങനെയാണ്. ജയദ്രഥൻ്റെ കഠിന തപസ്സിൽ സംപ്രീതനായി ശിവൻ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് പാണ്ഡവരെ മുഴുവൻ നശിപ്പിക്കാനുള്ള വരം വേണമെന്ന് പറഞ്ഞു. അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം മുഴുവൻ അവരുടെ മുന്നേറ്റം തടഞ്ഞു നിർത്താനുള്ള വരം ചോദിക്കുകയും ശിവൻ അത് നൽകുകയും ചെയ്തു. കൂട്ടത്തിൽ സാരഥിയായ കൃഷ്ണൻ കൂടെയുള്ളതിനാൽ അർജുനന് മാത്രം അത് ബാധകമല്ലെന്നും ശിവൻ കൂട്ടിച്ചേർത്തു. ആ വരം അന്നേ ദിവസം തന്നെ പ്രയോഗിക്കാൻ ജയദ്രഥൻ തീരുമാനിക്കുകയും പാണ്ഡവർ വ്യൂഹത്തിൽ കടക്കാൻ പറ്റാതെ വിഷമിക്കുകയും ചെയ്തു. അപ്പോഴും അഭിമന്യു കൗരവസേനയെ തച്ച് തകർത്ത് മുന്നേറിക്കൊണ്ടിരുന്നു. ദുര്യോധൻ്റെ മകനായ ലക്ഷ്മണകുമാരനെ അതികഠിനമായ പോരാട്ടത്തിൽ അഭിമന്യു വധിച്ചു. സ്വന്തം പുത്രൻ്റെ മൃതശരീരം കണ്ട ദുര്യോധൻ്റെ ഉള്ളിൽ പ്രതികാരാഗ്നി ആളിക്കത്തി. ശേഷം കുരുക്ഷേത്ര ഭൂമി കണ്ടത് ധർമ്മയുദ്ധത്തിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ചതിയുടെ കുടില തന്ത്രങ്ങളായിരുന്നു. ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാത്രം പോരാട്ടം നടത്തണം എന്ന യുദ്ധ നിയമം കീറിയെറിയപ്പെട്ടു. എല്ലാവരും വളഞ്ഞു നിന്ന് അഭിമന്യുവിനെ ആക്രമിച്ചു. രഥം തകർത്തു. രഥത്തിൻ്റെ ചക്രത്തെ കവചമാക്കി അഭിമന്യു ധീരമായി പോരാടി. അപ്പോൾ കൗരവർ ആ ചക്രം അസ്ത്രത്താൽ തകർക്കുകയും ജയദ്രഥൻ അഭിമന്യുവിനെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയും ചെയ്തു. ഒടുവിൽ പിടിച്ചു നിൽക്കാനാകാതെ ആ ധീരയോദ്ധാവ് യുദ്ധഭൂമിയിൽ മരിച്ചു വീണു. അഭിമന്യുവിനെ ചതിച്ചു കൊന്ന വാർത്ത അറിഞ്ഞ അർജുനൻ പ്രതിജ്ഞ ചെയ്തു, അഭിമന്യുവിനെ ചതിച്ചു കൊല്ലാൻ മുന്നിൽ നിന്ന ജയദ്രഥനെ പിറ്റേന്ന് സൂര്യാസ്തമയത്തിനുള്ളിൽ വധിക്കുമെന്ന്. അതിന് സാധിച്ചില്ലെങ്കിൽ താൻ അഗ്നിയിൽ ആത്മാഹൂതി ചെയ്യുമെന്നും അർജുനൻ പറഞ്ഞു. കൗരവർ പക്ഷേ ജയദ്രഥനെ അർജുനനിൽ നിന്നും ഒളിപ്പിച്ചു നിർത്തി. എല്ലാം തച്ച് തകർത്ത് മുന്നേറിയെങ്കിലും ജയദ്രഥനെ കണ്ടെത്താൻ മാത്രം അർജുനന് കഴിഞ്ഞില്ല.
സന്ധ്യ ആവാറാവുകയും കൗരവർ അർജുനനെ പരിഹസിച്ചുകൊണ്ട് അർജുനൻ്റെ ആത്മാഹൂതി കാണാൻ തയ്യാറെടുക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീകൃഷ്ണൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. സ്വന്തം ശക്തിയാൽ സൂര്യനെ മറയ്ക്കുകയും യുദ്ധഭൂമിയിൽ ഇരുട്ട് പരക്കുകയും ചെയ്തു. അർജുനൻ്റെ പരാജയം ആഘോഷിക്കാൻ പുറത്തേക്ക് വന്ന കൗരവപക്ഷത്തിൽ ജയദ്രഥനുമുണ്ടായിരുന്നു. കൃത്യസമയം നോക്കി സൂര്യൻ മറ നീക്കി പുറത്തു വന്നു. ആ തക്കം നോക്കി ശരമെയ്യാൻ പോയ അർജുനനോട് ജയദ്രഥൻ്റെ പിതാവിന് കിട്ടിയ വരത്തെക്കുറിച്ച് കൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. ജയദ്രഥൻ്റെ ശിരസ് ഭൂമിയിൽ വീഴാൻ ആരാണോ കാരണക്കാർ അവരുടെ തല പൊട്ടിത്തെറിച്ച് മരിക്കുമെന്നായിരുന്നു ആ വരം. അങ്ങനെ അർജുനൻ പാശുപതാസ്ത്രം എയ്തു. ആ ദിവ്യാസ്ത്രം ജയദ്രഥൻ്റെ തലയും കൊണ്ട് ദൂരെ ധ്യാനത്തിലായിരുന്ന ജയദ്രഥൻ്റെ പിതാവ് വൃദ്ധക്ഷത്രൻ്റെ മടിയിൽ ചെന്ന് വീണു. തൻ്റെ മകൻ്റെ ശിരസ് മടിയിൽ വീണതിൽ പരിഭ്രാന്തനായ വൃദ്ധക്ഷത്രൻ പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ശിരസ് താഴെ വീഴുകയും ആ കാരണത്താൽ വൃദ്ധക്ഷത്രൻ തല പൊട്ടിത്തെറിച്ച് മരിക്കുകയും ചെയ്തു. അങ്ങനെ സ്വന്തം പുത്രനായ അഭിമന്യുവിനെ ചതിച്ചു കൊന്ന ജയദ്രഥനെ വധിച്ച് അർജുനൻ തൻ്റെ പ്രതിജ്ഞ നിറവേറ്റി. ഇതാണ് ചതിയുടെ ചക്രവ്യൂഹം എന്ന കഥ. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 8ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.